ജൂൺ എന്ന് പറഞ്ഞൊരു സിനിമ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അച്ഛൻ മകൾ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ പറയും, ഇതാണ് നിൻ്റെ ടേണിംഗ് പോയിന്റ്, ഇവിടെ നീ ഹാർഡ് വർക്ക് ചെയ്താൽ നീ ജീവിതത്തിൽ രക്ഷപ്പെട്ടു, നിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പറ്റും. ഇതേ ഉപദേശം തന്നെ +2 കൊണ്ട് ചേർക്കുമ്പോഴും അദ്ദേഹം മകളോട് പറയുന്നുണ്ട്. ഡിഗ്രിക്ക് എത്തുമ്പോഴും ഇതേ ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പം ഓരോ ഘട്ടത്തിലും പറയുന്നത് ഇതാണ് പോയിന്റ്, ഇവിടെ വെച്ച് നീ ഹാർഡ് വർക്ക് ചെയ്താലും ഇനി നിൻ്റെ ലക്ഷ്യം കൈവരിക്കാമെന്നാണ്. പക്ഷേ ലക്ഷ്യം അവിടെ കൈവരിക്കുന്നത് പ്രീ ഡിഗ്രി എത്തുമ്പോഴും +2 എത്തുമ്പോഴും ഡിഗ്രിക്ക് എത്തുമ്പോഴും എല്ലാം ഇതേ ഉപദേശം തന്നെ കൊടുക്കുന്നു. ഹരിയുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു ഈ ലക്ഷ്യം? സ്വാഭാവികമായിട്ട് കൈവരികയായിരുന്നോ അതോ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുക്കുകയായിരുന്നു? എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും എപ്പോഴെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. കാരണം എന്താണ് ഹാർഡ് വർക്ക് എന്നുള്ളതിനെ പറ്റി പോലും എനിക്ക് കുറച്ച് സംശയങ്ങളുള്ള കൂട്ടത്തിലാണ്. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുത്തിയിരുന്ന് പഠിക്കലൊരു ഹാർഡ് വർക്ക് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ എന്തായാലും അത് ചെയ്തിട്ടില്ല, എന്നെ കൊണ്ട് കഴിയില്ല. അല്ലെങ്കിൽ ഒരു ജോലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, ഒരു സംഭവത്തിലേക്ക് എത്തുക, അതൊന്നുമില്ല. ലക്ഷ്യം എന്നുള്ള സംഭവം എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടി ഒരു പാഷനോ വാശിയോ ഒക്കെ ആയിട്ട് പുറകെ നടക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്ത് മുമ്പോട്ട് പോകുന്നൊരു സാധനമാണ്. നമ്മൾ ഇന്നൊരു സാധനം വേണമെന്ന് ആഗ്രഹിക്കുന്നു, ഒരു ബൈക്ക് വേണം എന്നാഗ്രഹിച്ച ഒരു സമയം. അതായത് ഞാൻ 18 വയസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത ഒരു മോഹം, ഞാൻ 18 വയസ്സായി അടുത്ത ദിവസം എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണം, ലൈസൻസ് വേണം എന്നൊരു മോഹമായിരുന്നു. അപ്പോൾ എനിക്കിത് കിട്ടാൻ മാർഗ്ഗമില്ലാത്തപ്പോൾ ഇത് കിട്ടാൻ മാർഗ്ഗമുള്ള, അല്ലെങ്കിൽ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ സാധ്യതയുള്ളതിൻ്റെ പുറകെയൊക്കെ നടക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത മാർഗ്ഗം. എനിക്ക് എങ്ങനെയെങ്കിലും പഠിച്ചേ പറ്റുള്ളൂ, ലൈസൻസ് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പരിചയമുള്ളവരെ ഞാൻ പോയി പുറകെ നടക്കുക, രാവിലെ പോയി കാണുക, അവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഞാൻ പിന്നെയും പോയി ചോദിക്കുക. ബൈക്ക് തരാനൊക്കെ അന്ന് വലിയ മടിയാണ്, സൈക്കിള് പോലും തരാൻ മടിയുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മുടെയൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബൈക്ക് തരാൻ മടിയാണ്, എങ്കിലും വരുന്നുണ്ട്. നമ്മുടെ ശല്യം കാരണം നമ്മളെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കുക. ഞാൻ ജീപ്പ് ഓടിക്കാൻ പഠിച്ചതും അതേ രീതിയിൽ തന്നെയാണ്. പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുക്കാൻ വേണ്ടി ഞാൻ അന്ന് ലേണേഴ്സ് ലൈസൻസിന് വേണ്ടി പോയ സമയത്ത് സത്യത്തിൽ ഈ കാണാപ്പാഠം പഠിക്കേണ്ട സാധനങ്ങളൊന്നും ഞാൻ നേരാവണ്ണം പഠിച്ചിട്ടല്ല ഞാൻ പോയത്. പക്ഷേ വരുന്നുണ്ട്, അവിടെ പോയി ആദ്യ ദിവസം കിട്ടിയില്ല, വല്ലാത്ത സങ്കടമായി. അടുത്ത ചാൻസിന് ഞാൻ പോകുമ്പോൾ എനിക്കിത് വീണ്ടും വരാതിരിക്കാൻ പറ്റില്ല, എനിക്കിത് കിട്ടിയേ പറ്റൂ. കാരണം ലൈസൻസ് കിട്ടുക എന്നുള്ളത് എനിക്ക് 10ാം ക്ലാസ് പാസ്സാവുന്നത് എനിക്കൊരു മസ്റ്റായിരുന്നില്ല, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ആയിരുന്നു അന്ന്. അതിനെപ്പറ്റി ഞാൻ ബോധേഡല്ല. പക്ഷേ വണ്ടിക്ക് ലൈസൻസ് വേണം, കാരണം ഞാനൊരു മുതിർന്ന വ്യക്തിയാവുകയാണ് എന്നുള്ള തോന്നൽ വരുമ്പോൾ അതെനിക്ക് വലിയൊരു ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാമത് അത് ഞാൻ കൃത്യമായി പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വണ്ടി വേണം. വണ്ടി വാങ്ങാനുണ്ടെങ്കിൽ പൈസ ഇല്ല, അപ്പോൾ എങ്ങനെ ഞാൻ പണം സംഘടിപ്പിക്കുക?